എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 33-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 33. സ്മരം യോനീം ലക്ഷ്മീം ഹൃദയമിതമാദൗ തവ മനോർനിധായകൈ നിത്യേ നിരവധി മഹാഭോഗരസിക ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയ ശിവാഗ്നൗ ജുഹ്വന്ത്വ സുരഭികൃത ധാരാഹൂതി ശതൈ. എന്നിട്ട് പറയാം. സ്മരം യോനീം ലക്ഷ്മീം ഹൃദയമിതം ആദൗ തവ മനോർനിധായകൈ നിത്യേ നിരവധി മഹാഭോഗരസിക ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയ ശിവാഗ്നൗ ജുഹ്വന്ത്വ സുരഭികൃത ധാരാഹുതി ശതൈ. അല്ലയോ ആദ്യന്തമില്ലാത്ത മഹാദേവി എന്ന് വെച്ചാൽ അല്ലയോ ആദ്യവും അന്ത്യവുമില്ലാത്ത ദേവി, അളവില്ലാത്ത നിത്യജ്ഞാനാനുഭവരസത്തെ അറിയുന്നവരായ ചില സാധകർ നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദ്യതയിൽ കാമരാജബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ശ്രീബീജത്തെയും ചേർത്തിട്ട് ചിന്താമണി രത്നസമൂഹത്താലുണ്ടാക്കപ്പെട്ട ജപമാലയെയും ധരിച്ചുകൊണ്ട് ശക്തിസ്വരൂപമായ അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനേകം ആഹുതിധാരകളാൽ ഹോമം ചെയ്യുന്നവരായിട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നു. ഇവിടെ പറയുന്നത് അല്ലയോ ദേവി, കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും ഐം ഹ്രീം ശ്രീം എന്നീ 3 ബീജങ്ങളുടെയും 3 ബീജങ്ങൾ, ഇതൊക്കെ ബീജാക്ഷരങ്ങളാണ്, ബീജാക്ഷരി മന്ത്രങ്ങളാണ്. നിന്തിരുവടിയുടെ മന്ത്രത്തിൽ ആദ്യം ചേർത്ത്, അപ്പം കാമരാജ ബീജമന്ത്രത്തെയും ഭുവനേശ്വരി ബീജമന്ത്രത്തെയും ലക്ഷ്മി ബീജമന്ത്രത്തിൻ്റെയും കൂടെ ഐം ഹ്രീം ശ്രീം എന്ന 3 ബീജാക്ഷരങ്ങളും ദേവിയുടെ നാമത്തിൻ്റെ മുമ്പിൽ മന്ത്രത്തിൻ്റെ ആദ്യം ചേർത്തിട്ട് അളവില്ലാത്ത നിത്യജ്ഞാനാനുഭവരസത്തെ അറിയുന്നു. അങ്ങനെ ഈ മന്ത്രങ്ങൾ കൊണ്ടാണ് കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും അതുപോലെ ലക്ഷ്മി ബീജത്തെയും ചേർത്തിട്ടുള്ള ചിന്താമണി രത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നു, ദേവിയെ സേവിക്കുന്നു. അപ്പം ഈ ചിന്താമണി രത്നം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നത് എന്തും സാധിക്കുന്നതാണ്. ചിന്താമണി രത്നം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഇരിപ്പിടമാണ് ചിന്താമണി. ആ ചിന്താമണി നമുക്കെന്താണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ആ ജപമാല, അതുകൊണ്ടുള്ള ജപമാല, ചിന്താമണി രത്നസമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് ശിവാഗ്നൗ ശിവശക്തിരൂപമായ അഗ്നിയിൽ കാമധേനുവിൻ്റെ സുരഭിയുടെ പാലിൽ നിന്നും ഉണ്ടാക്കിയ നെയ് കൊണ്ട് അനേകം ആഹുതിധാരകളാൽ ഹോമം ചെയ്യുന്നു. അപ്പം ഈ ശിവാഗ്നിയിൽ കാമധേനുവിൻ്റെ പാലിൽ നിന്നും ഉണ്ടാക്കിയ സുരഭിയുടെ പാലിൽ നിന്നും ഉണ്ടാക്കിയ നെയ് കൊണ്ട് ഹോമം ചെയ്യുന്നു. അപ്പം എന്താഗ്രഹവും സാധിക്കാനായിട്ട്, ദേവിയെ നേരത്തെ നമ്മൾ പറഞ്ഞു, എന്ത് ആഗ്രഹവും സാധിക്കുന്നതിന് വേണ്ടി ഈ ആളുകൾക്ക് ഭക്തർക്ക് സ്വന്തം കാര്യങ്ങൾ സാധിക്കുക, എല്ലാ കാമങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് വേണ്ടിയാണ് ദേവിയെ ഭജിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളപ്പോൾ ഈ പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ത്രിപുരസുന്ദരി മന്ത്രമാണ്. അപ്പം ദേവി ഇവർക്ക്, ഈ സാധകർക്ക് ആഗ്രഹ സാഫല്യം മാത്രമല്ല വേണ്ടത്, മോക്ഷം കൂടെ വേണം എന്ന് ഉള്ളതുകൊണ്ടാണ് ഈ ശ്രീവിദ്യാമന്ത്രം ദേവി പരമശിവനോട് പറഞ്ഞ് ശ്രീവിദ്യാമന്ത്രം വേണം, ശ്രീവിദ്യാമന്ത്രം കൂടെ കൊടുക്കണം. അല്ല സാധാരണ ദേവി ഉപാസനയ്ക്കുള്ള മന്ത്രങ്ങൾ കൊടുത്താൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണമേ നടക്കുകയുള്ളൂ. അവരെല്ലാം ദേവിയിലെത്തണം, തൻ്റെ മക്കളെല്ലാം അമ്മയിൽ എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് ശ്രീവിദ്യാ മഹാമന്ത്രവും പഞ്ചദശാക്ഷരി മന്ത്രവും ഒക്കെ നമ്മൾ പറഞ്ഞത്. അതൊക്കെ ത്രിപുരസുന്ദരി മന്ത്രമാണ്.
അപ്പോൾ ഇവിടെ ആ ത്രിപുരസുന്ദരി മന്ത്രം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ബീജത്തെയും ഒക്കെ ആളുകൾ ചിന്താമണി രത്നം കൊണ്ടുണ്ടാക്കിയ ജപമാല ധരിച്ചുകൊണ്ട് ശിവാഗ്നിയിൽ സുരഭിയുടെ പാൽ കൊണ്ടുണ്ടാക്കിയ നെയ്യാൽ ഹോമം ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ചെയ്താൽ എല്ലാ ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകുന്നു, ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സാധിക്കുന്നു. അപ്പം ദേവിയെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഇങ്ങനെ ഈ മന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് അതുപോലെ നെയ്യിൽ ആഹുതിയൊക്കെ നടത്തി, അത് സുരഭിയുടെ പാലിൽ നിന്നും ഉണ്ടാക്കിയ നെയ്യ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ എന്താ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് എന്താഗ്രഹവും ദേവി സാധിച്ചു തരുന്നു. അപ്പം ദേവിയെ ഉപാസിക്കുന്ന അനുസരിച്ചാണ്, എങ്ങനെയാണോ നമ്മൾ ദേവിയെ ഉപാസിക്കുന്നത്, ഈ പ്രപഞ്ച മാതാവായ ദേവി തൻ്റെ മക്കളായ പ്രപഞ്ചത്തിലുള്ള എല്ലാ മക്കൾക്കും ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് എന്താ പറഞ്ഞ് ഈ ദേവിയെ അനുഗ്രഹിക്കും. അങ്ങനെ ദേവിയെ ഭജിക്കുന്ന അനുസരിച്ചാണ്. അപ്പം ത്രിപുരസുന്ദരി മന്ത്രമൊക്കെ ഉപയോഗിച്ച് ദേവിയെ ഭജിച്ചാൽ നമുക്കെന്താണ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹ സഫലീകരണവും നടക്കുമെന്നാണ്. എങ്ങനെ ആ ദേവിയെ നമ്മൾ ഭജിക്കുക, ദേവിയിലേക്ക് അടുക്കുക, ദേവിയിലേക്ക് ചേരുക എന്നാണ് ദേവി ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ദേവി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.